എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2-3-4 ദിവസമായി കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ജാതി വിവേചനവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ച നടക്കുകയാണ്. ദേവസ്വം ബോർഡിൽ കാണിച്ച കൊള്ളരുതായ്മകളൊക്കെ ഹിന്ദു സമൂഹത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കൊള്ളരുതായ്മയും തെമ്മാടിത്തരങ്ങളും ദേവസ്വം ബോർഡ് കാണിച്ചാലും അതെല്ലാം ഹിന്ദുക്കളുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ സവർണജാതികളോ അവർണജാതികളോടുള്ള വൈരാഗ്യത്തിൻ്റെ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും ചില ജാതിവാദി സംഘടനകളുടെയൊക്കെ സ്വഭാവമാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ, അത് വ്യക്തിപരമായിരിക്കാം, നിയമപരമായിരിക്കാം, അല്ലെങ്കിൽ വെറും വ്യാജമായിരിക്കാം, ഉടനെ അതിനെ ജാതീയമായ ഒരു വിഷയമാക്കി അവതരിപ്പിച്ച് ഹിന്ദു സമൂഹത്തിൽ ഛിദ്രമുണ്ടാക്കുക എന്നുള്ളത് ഒരു രോഗമായി സൂക്കേടായി മാറിയിരിക്കുന്നു. അതിൽ വളരെ രസകരമായ കാര്യം, ജാതിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന സംഘടനകളും വ്യക്തികളും പോലും ഇത്തരം വിഷയങ്ങൾ കിട്ടിയെന്നാൽ ഉടനെ അത് ജാതീയമായ സ്പർദ്ധ വളർത്താനുള്ള ഒരു ആയുധമാക്കി അതിനെ ഉപയോഗിക്കുകയാണ്, ഒരു വെടിമരുന്നാക്കി ഉപയോഗിക്കുകയാണ്. ഈ ദേവസ്വം ബോർഡിൽ കൊള്ളരുതായ്മകൾ കൂടൽമാണിക്യത്തിൽ നടന്നത് എന്താണ് പറഞ്ഞു കേട്ടത്? രണ്ട് പക്ഷവും കേട്ടപ്പോൾ മനസ്സിലായത് അവിടെ നിയമവിരുദ്ധമായ ഒരു അപ്പോയിൻമെൻറ്റ് നടത്തുന്നു. കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്നു. അവരുടെ കയ്യിലാണ് ദേവസ്വം, കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ ഭരണവും അവരുടെ കയ്യിലാണ്. അവർ നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ ചോദ്യം ചെയ്യപ്പെടും. അത് ചോദ്യം ചെയ്യുമ്പോൾ അത് ജാതിയുടെ പേരിലാക്കി അവതരിപ്പിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ടാമത്തെ തന്ത്രം. ആദ്യം ഒരു നിയമവിരുദ്ധ കാര്യം ചെയ്യുക, രണ്ടാമത് അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അത് ജാതിയാക്കി അവതരിപ്പിക്കുക. ചോദ്യം ചെയ്തില്ലെങ്കിൽ ആ കള്ളത്തരം ഒരു നിയമവിധേയമായ ഒരു കാര്യമാക്കി മാറ്റാൻ കഴിയും. ഇല്ലെങ്കിൽ അതൊരു ജാതി പ്രശ്നമാക്കി അവതരിപ്പിച്ച് ഹിന്ദു സമൂഹത്തിനെ അപമാനിക്കാൻ കഴിയും. ഇത് രണ്ടും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള തരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കൂടൽമാണിക്യത്തിൽ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞാനിപ്പോൾ ഈ സമയം വിനിയോഗിക്കുന്നത്. ഈ ദേവസ്വം ബോർഡിനെ ഇങ്ങനെയാക്കി അധപ്പതിപ്പിച്ചത്, ദേവസ്വത്തിൻ്റെ ഭരണത്തെ ഇങ്ങനെ നശിപ്പിച്ച് ജാതിവാദികൾക്കും അല്ലാത്തവർക്കും ജാതി വിദ്വേഷവാദികൾക്കും ഒക്കെ അഴിഞ്ഞാടാനുള്ള ഒരു കേന്ദ്രമാക്കി ദേവസ്വം ബോർഡിനെ അധപ്പതിപ്പിച്ചതാരാണ്? അത് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും തന്നെ, ജാതി സംഘടനകളല്ല. 1950 49-50 കാലത്താണ് ദേവസ്വം ബോർഡ് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളായിരുന്നത് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറുമായിരുന്നു. അറിയാം, അത് രണ്ടും പ്രബല സമുദായങ്ങളുടെ നേതാക്കന്മാരാണ്. ആ സമയത്ത് ഹിന്ദു ഐക്യം ഏറ്റവും ശക്തമായി നിന്ന കാലമാണ്. ആ മന്നവും ശങ്കറും കൂടി ചേർന്നുണ്ടാക്കിയതല്ല, സർക്കാരുണ്ടാക്കിയ ദേവസ്വം ബോർഡിൽ ഇവരെ ഒതുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ ദേവസ്വം ബോർഡ് സ്ഥാപിതമായപ്പോൾ അതിൻ്റെ ചുമതലക്കാർ എന്നുള്ള നിലയ്ക്ക് ആ രണ്ട് പേരും കൂടി ചേർന്ന്, പിന്നെ ഒരു രാജപ്രതിനിധി കൂടി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് അതിൽ വലിയ റോളില്ല, എങ്കിലും അദ്ദേഹവും കൂടി ചേർന്ന് ഈ ആദ്യത്തെ, അതായത് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും കൂടി ചേർന്ന് നടത്തിയ ദേവസ്വം ഭരണത്തിലെ ആദ്യത്തെ തീരുമാനങ്ങളും ആദ്യത്തെ പദ്ധതികളും മുഴുവൻ മഹാക്ഷേത്രങ്ങളിലും വേദപഠനം നടത്തുക എന്നുള്ളതായിരുന്നു ഒരു പ്രഖ്യാപനവും. അത് തുടങ്ങുകയും ചെയ്തു. അതിന് ഫണ്ട് വക മാറ്റി. എങ്ങനെ, ആർക്ക് വേദം പഠിക്കാൻ? ജാതിഭേദമന്യേ, ചണ്ടാളനാവട്ടെ ബ്രാഹ്മണനാവട്ടെ ഏത് കൂട്ട് ജാതിയിൽ ജനിച്ചവരാണെങ്കിലും ശരി, ജാതി പരിഗണന കൂടാതെ വേദം പഠിപ്പിക്കാനുള്ള വേദപാഠശാലകൾ മഹാക്ഷേത്രങ്ങളോടനുബന്ധിച്ചുണ്ടാക്കുക എന്നുള്ളത്, ക്ഷേത്രകലകൾ താല്പര്യമുള്ള എല്ലാവരെയും പഠിപ്പിക്കാനുള്ള കേന്ദ്രങ്ങളാക്കി ക്ഷേത്രങ്ങളെ മാറ്റുക എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ജാതി പരിഗണന കൂടാതെ പൂജ പഠിപ്പിക്കാൻ. ആ പൂജ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ ആര് അപ്പോയിൻറ്റ് ചെയ്യും? അവരെ എവിടെ അപ്പോയിൻറ്റ് ചെയ്യും? ദേവസ്വം ബോർഡ് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ, ഇന്നത്തെ ശബരിമലയൊക്കെ അടക്കമുള്ള ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ജാതിഭേദമന്യേ പൂജാരിമാരെ നിയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ പൂജാരിമാരെ ആക്കി തീർക്കുവാനുള്ള പൂജാ പഠന കേന്ദ്രങ്ങൾ പ്രധാന ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നടത്താൻ തീരുമാനിച്ചു. സാധാരണ ക്ഷേത്രങ്ങളോടൊക്കെ അനുബന്ധിച്ച് മതപാഠശാലകൾ, ഹിന്ദു മതപാഠശാലകൾ നടത്താൻ തീരുമാനിച്ചു. ഇങ്ങനെ ഹിന്ദു സമൂഹത്തിൽ ജാതിയുടെ പരിഗണനയില്ലാതെ പൂജാവിധികളും വേദപഠനങ്ങളും ഒക്കെ നടത്താൻ തീരുമാനിക്കുകയും അതിന് ഫണ്ട് വകയിരുത്തുകയും അതനുസരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും
പഠനത്തോടൊപ്പം സാധാരണ മതകാര്യങ്ങൾ പഠിപ്പിക്കുവാനുള്ള മതപാഠശാലകളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ പോയാൽ ഹിന്ദു സമൂഹം ഈ ആദ്യം മുതൽ തന്നെ ജാതിക്ക് അതീതമായി ഹിന്ദുക്കൾ ഒന്നാവുകയും വേദങ്ങൾ എല്ലാവർക്കും പ്രാപ്യമാവുകയും പൂജകൾ എല്ലാവർക്കും ചെയ്യാൻ കഴിയുകയും നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ ജാതി പരിഗണന കൂടാതെ പൂജാരിമാർ ആവുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും അതിലൂടെ ഹിന്ദു സമൂഹം ഉയരുകയും വളരുകയും ചെയ്യും. അവർ ഭൗതികമായി വളരും, അവർ ആത്മീയമായി വികസിക്കും, അവർ ഹിന്ദു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഒന്നിച്ചു വരികയും ചെയ്യും. അങ്ങനെ വരും എന്ന് കണ്ടപ്പോൾ ആദ്യമായി അതിൻ്റെ നാരായ പേര് പിഴുതു കളഞ്ഞ ദേവസ്വം ബോർഡിനെ കേരള സർക്കാരിൻ്റെ ഒരു വിഴുപ്പലക്കാനുള്ള കേന്ദ്രമാക്കി, കള്ളന്മാരെ കുടിയിരുത്താനുള്ള കേന്ദ്രമാക്കി അതിനെ അധപ്പതിപ്പിച്ചത് കോൺഗ്രസ് സർക്കാരാണ്, ഓർക്കണം. എന്നിട്ട് പിന്നീട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഹിന്ദു വിരുദ്ധരും ക്ഷേത്രവിരുദ്ധരുമായതുകൊണ്ട് അതിനെതിരായ ഹിന്ദു വിരുദ്ധതയ്ക്കെതിരായ എല്ലാ കാര്യങ്ങളും നീക്കുന്ന ഇടമാക്കി ദേവസ്വം ബോർഡിനെ മാറ്റി ക്ഷേത്രങ്ങളുടെ സമ്പത്ത് ഹിന്ദുക്കളല്ലാത്തവർക്കും ഹിന്ദു വിശ്വാസികളല്ലാത്തവർക്കും കൊള്ളയടിക്കാൻ വേണ്ടി ഉള്ള തരത്തിൽ അവിടുത്തെ കോൺട്രാക്റ്റുകളും പണികളും ഒക്കെ കൊടുക്കുന്ന ഏർപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആരംഭിച്ചത്. എന്ന് വേണ്ട ദേവസ്വം ബോർഡിനെ കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും ഒരു അവരുടെ കുടുംബസ്വത്ത് പോലെ കൈകാര്യം ചെയ്യാൻ പാകത്തിൽ അതിനെ അധപ്പതിപ്പിക്കുകയും എല്ലാവർക്കും വേദപഠനം എന്നുള്ളതിനെ തടയുകയും എല്ലാവർക്കും പൂജാപഠനം എന്നുള്ളതിനെ തകർത്ത് കളയുകയും ഒക്കെ ചെയ്തിട്ട് അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ പേരിൽ ഈ തമ്മാടിത്തരങ്ങൾ കാണിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ, വെളിവുള്ളവർ, സാമാന്യ ബുദ്ധിയുള്ളവരുണ്ട് ഈ നാട്ടിൽ എന്ന് മനസ്സിലാക്കണ്ടേ? തൊട്ടതിനും എന്താണെന്ന് കാര്യമറിയാതെ തുള്ളുന്ന ചില ആൾക്കാരുണ്ടല്ലോ. അവിടെ ജാതിയാണ്, ഇവിടെ ജാതിയാണെന്നൊക്കെ പറഞ്ഞ് തുള്ളുന്നവർ. അങ്ങനെ തുള്ളുന്നവർ ആദ്യം അവനവൻ്റെ കയ്യിൽ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ വിശ്വഹിന്ദു പരിഷത്ത് RSSൻ്റെ കൂടെയുള്ള ഒരു സംഘടനയാണല്ലോ വിശ്വഹിന്ദു പരിഷത്ത്. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ക്ഷേത്രങ്ങളിൽ ജാതി പരിഗണന കൂടാതെ പൂജാരിമാരുണ്ടല്ലോ. അവിടെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പല ക്ഷേത്രങ്ങളിലും ഷർട്ടിടാതെ ക്ഷേത്രത്തിനുള്ളിൽ കയറാമല്ലോ. ക്ഷേത്ര സംരക്ഷണ സമിതി കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ്, നേരത്തെ തന്നെ ഉണ്ട്, ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ നിങ്ങളെല്ലാം ആദിവാസികളെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന വനവാസി വിഭാഗങ്ങളിലെ കുട്ടികളെ തെരഞ്ഞു പിടിച്ച് അവരെ പൂജ പഠിപ്പിക്കാൻ തുടങ്ങിയല്ലോ. എന്താ ഇത്? ഈ ജാതിക്കെതിരാണെന്ന് പറയുന്നവർക്ക് ഇതൊക്കെ ചെയ്തു കൂടെ? അതൊന്നും ചെയ്യാതെ കേട്ട പാതി കേൾക്കാത്ത പാതി കാളപറ്റു എന്ന് കേട്ടപ്പോൾ തന്നെ കയറെടുത്തുകൊണ്ട് ഓടി ജാതിയാണ് എന്ന് പറയുമ്പോൾ ആ ജാതിയെ സൃഷ്ടിക്കാൻ, ജാതീയതയെ നിലനിർത്താൻ, ജാതിയുടെ പേരിൽ സ്പർദ്ധ വളർത്താൻ, ജാതിയുടെ പേരിൽ വിദ്വേഷമുണ്ടാക്കാൻ, ജാതിയുടെ പേര് പറഞ്ഞ് ഹിന്ദു ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചൂട്ടുപിടിക്കുന്ന ഏർപ്പാട് മറ്റുള്ളവർ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചെയ്യരുത്. അത് അവർ വിതറുന്ന വിഷം നമ്മൾ ഏറ്റെടുത്ത് വിതരണം ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ഹിന്ദു ഐക്യത്തിനെ കാക്ഷിക്കുന്നവർ, ഹിന്ദു സമൂഹത്തിൻ്റെ ഉന്നമനത്തെ ആഗ്രഹിക്കുന്നവർ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി അവധാനതാപൂർവം വസ്തുതകൾ അന്വേഷിച്ചുകൊണ്ട് പ്രതികരണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിലുപരി കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മാറി മാറി ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ചു നടത്തുന്ന ഈ തട്ടിപ്പ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവരൊരിക്കലും ക്ഷേത്രത്തിലെ മുഴുവൻ ഹിന്ദു സമൂഹത്തിനും സ്വീകാര്യമാവുന്ന ഒന്നും നടപ്പാക്കാതിരിക്കാനായിരിക്കും കമ്മ്യൂണിസ്റ്റ് സർക്കാരും കോൺഗ്രസ് സർക്കാരും ശ്രമിക്കുക. കാരണം അല്ലെങ്കിൽ നഷ്ടം അവർക്ക് തന്നെയാണ്. ഹിന്ദുക്കൾ ഒന്നിച്ചാൽ നഷ്ടം കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും ആയിരിക്കും എന്നവർക്കറിയാം. അതുകൊണ്ടാണ് മന്നവും ശങ്കറും ചേർന്ന് നടപ്പാക്കാൻ തീരുമാനിച്ച ഈ പദ്ധതിയെ തുടക്കത്തിൽ തന്നെ അറുത്തുമാറ്റുകയും ഹിന്ദുക്കളെ ഛിന്നഭിന്നമാക്കാനുള്ള ഉപാധിയാക്കി ദേവസ്വം ബോർഡിനെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഇന്ന് പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ തട്ടിപ്പിനെ എല്ലാവരും തിരിച്ചറിയണം. ആത്മാർത്ഥതയും സത്യസന്ധതയും ഹിന്ദു ഐക്യവും ആഗ്രഹിക്കുന്നവർ മന്നവും ശങ്കറും ചേർന്ന് നടപ്പാക്കാൻ തീരുമാനിച്ച കാര്യം ഈ ദേവസ്വം ബോർഡിൽ ഉടനെ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ദേവസ്വം ബോർഡിൽ നടപ്പാക്കണമെങ്കിൽ വീണ്ടും ഹിന്ദു മനോഭാവമുള്ള ആൾക്കാർ ദേവസ്വം ബോർഡിൽ വരണം, ഭരണകൂടത്തിലും വരേണ്ടി വരും. അതിന് മുന്നോടിയായിട്ട് എല്ലാ സമുദായങ്ങളുടെ കൈകളിലും ക്ഷേത്രങ്ങളുണ്ട്, എല്ലാ സമുദായങ്ങളുടെ കൈകളിലും ഹിന്ദു കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളിൽ പറ്റാവുന്നതുപോലെ പൂജ പഠിപ്പിക്കുകയും എല്ലാ ഹിന്ദുക്കൾക്കും വേദം പഠിപ്പിക്കാനും എല്ലാ ഹിന്ദുക്കളും പൂജാരിമാരും സന്യാസിമാരും ഒക്കെ താല്പര്യമുള്ള യോഗ്യതയുള്ള ആർക്കും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങൾ
ക്ഷേത്രങ്ങളോടനുബന്ധിച്ചും ആശ്രമങ്ങളോടനുബന്ധിച്ചും അവനവൻ്റെ സമുദായ സംഘടനകളുടെ പ്രവർത്തന കേന്ദ്രങ്ങളോടനുബന്ധിച്ചും ചെയ്ത് കാണിച്ചു കൊണ്ട് ഹിന്ദു ഐക്യത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. കമ്മ്യൂണിസ്റ്റുകാരുടെ ചതിക്കുഴിയിൽ പോയി തല വെച്ച് കൊടുത്ത് അവരുടെ ആയുധമായി മാറാൻ ഹിന്ദു സമുദായ നേതാക്കന്മാരോ മറ്റ് ആൾക്കാരോ ആ ചതിയിൽ പെടരുത്, വീണുപോകരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. ശരിക്കും നാം ചെയ്യേണ്ടത് മന്നവും ശങ്കറും ചേർന്ന് നടത്തി പ്രഖ്യാപിച്ച പദ്ധതിയെ നമ്മളുടേതായ കേന്ദ്രങ്ങളിൽ ആവിഷ്കരിച്ചുകൊണ്ട് ഹിന്ദു ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുകയും കരുത്തുറ്റതാക്കി മാറ്റുകയും കരുത്തുള്ള ആധ്യാത്മിക ബോധമുള്ള ദാർശനിക ഗരിമയുള്ള സാമൂഹിക ഐക്യബോധമുള്ള ഹിന്ദു സമൂഹത്തിനെ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യണം. അത്തരമൊരു തോന്നലുണ്ടാക്കാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ കൊള്ളരുതായ്മ നമുക്ക് പ്രേരകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.